റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ഒരു സഹാബത്ത്, അദ്ദേഹം മലൻതെരുവിലൊക്കെ ജീവിക്കുന്ന ആളാണ്. മലകളുടെ ഭാഗത്ത്, നിങ്ങൾ പാലക്കാട് പോലെ മലകളുടെ ഭാഗത്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം മലഞ്ചരക്ക് സാധനങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കണം കേട്ടോ, നല്ല കേൾക്കണം, അതുപോലെ മരുന്നുകളൊക്കെ വിൽക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ചന്തയിലേക്ക് വരുമ്പോ, എന്നും ചന്തയിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഒന്ന് കണ്ടിട്ടാണ് ചന്തയ്ക്ക് പോകും. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കാണാൻ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇല്ല. അപ്പോ സായി റളിയല്ലാഹു അൻഹു പറഞ്ഞു ആയിഷ ബി റളിയല്ലാഹു, ഞാൻ വന്നെന്നൊന്ന് പറയണം. റസൂലുള്ളാഹി വന്നാല് ഞാന് വന്നെന്നൊന്ന് പറയണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു. അദ്ദേഹം സായി റളിയല്ലാഹു ഒന്നും കൂടി പറഞ്ഞിട്ട്, അവിടെ നമ്മൾ നേതാക്കന്മാരെ ബഹുമാനിക്കണം, ഒന്നും കൂടി പറഞ്ഞത്, ഞാൻ പോകുമ്പോ ഒന്നും കൂടി വരും. മനസ്സിലാണ്ട? ഇപ്പൊ കണ്ടില്ലെങ്കിലും തിരിച്ചു പോകുമ്പോ ഞാൻ വരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് തിരിച്ചെത്തി. ആയിഷ റളിയല്ലാഹു അൻഹ ഉടനെ പറഞ്ഞു, സായി റളിയല്ലാഹു അൻഹു നിങ്ങളെ കാണാൻ വന്നിരുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? മാർക്കറ്റിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? സായി റളിയല്ലാഹുവിന്റെ കണ്ണ് പൊത്തി, ബാക്ക് കൂടി ചെന്ന്, ആ രംഗൊക്കെ ആലോചിച്ച് നോക്കൂ. കണ്ണ് പൊത്തിയിട്ട്, കേൾക്കുന്നുണ്ടല്ലോ, കണ്ണ് പൊത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു അടിമനെ വിൽക്കാനുണ്ട്. അപ്പൊ ആ കയ്യും ഇതൊക്കെ പെർഷനൊക്കെ ഏറ്റപ്പോ സായി റളിയല്ലാഹു അൻഹു മനസ്സിലായി ഇത് ആരാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഏറ്റവും വില കുറഞ്ഞ അടിമനെയാണ് വിൽക്കാനുള്ളത്. റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഏറ്റവും വില കുറഞ്ഞ അടിമനെയാണ് വിൽക്കാനുള്ളത്. അദ്ദേഹത്തെ പറ്റി താഴ്മ മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൂടി പിടിച്ചു. അതാണ് ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ മനസ്സിലാവും. ഒന്നും കൂടി പിടിച്ചു, സായിർ നീ ഏറ്റവും ചെറിയ ആളല്ല, അള്ളാഹുവിന്റെ മുന്നിൽ നീ വലിയവനാണ്. അതോടെ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ഇവിടെ ഈ ഒരു കഥയിൽ നിന്ന് എന്തൊക്കെ പഠിക്കാനുണ്ട് നിങ്ങൾക്ക്? ഈ കഥയിൽ നിന്ന് എന്തൊക്കെ പഠിക്കാനുണ്ട് പറയൂ. ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു ക്ലാസ് എടുത്ത പോലെ ഈ കഥയിൽ നിങ്ങൾക്ക് മനസ്സിലായ പാടെന്താ? കഥ കേട്ടവരുണ്ടാവും, നബിദിനാണ്, കേൾക്കാത്തവരൊന്നും ഇല്ല, എനിക്കറിയാലോ, എല്ലാം ഉണ്ട്. നമ്മളിവിടെ ഈ കഥ പറഞ്ഞിട്ട്, ഈ കഥ എന്തിനാ പറയുന്നത്? കഥ നിങ്ങൾ യൂട്യൂബിൽ എവിടുന്നേലൊക്കെ കേൾക്കും. കാരണം യൂട്യൂബ് ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ സുഖമാണ്, കാരണം യൂട്യൂബിൽ ഉണ്ടായിരുന്നാൽ മതി. നമ്മൾ ചോദ്യം ചെയ്താണ്, എൻ്റെ ചോദ്യം ചെയ്താണ്, ഈ കഥ നിങ്ങൾ എന്താ പഠിച്ചത്? ആരെങ്കിലും പറയും? വെരി ഗുഡ്, വിനയം. പിന്നെ സ്നേഹം. പിന്നെ പറഞ്ഞോളി, ഈ കഥയിൽ നിന്ന് എന്താ കിട്ടി? ഒരു ലീഡർ തൻ്റെ അനുയായികളെ, മനസ്സിലാകുന്നുണ്ടോ? ഏറ്റവും വലിയ പാഠം അതാണ്. നിങ്ങളൊക്കെ മഹല്ലിന്റെ സെക്രട്ടറിയാണ്, മഹല്ലിന്റെ പ്രസിഡന്റാണ്, മിമ്പറിൽ കുത്തുപോതുന്നവരാണ്. നിങ്ങളെ പള്ളിയിൽ ഓരോരുത്തരെ നിങ്ങൾ സ്നേഹിക്കണം. പള്ളിയിലെ എനിക്ക് അധിക കമ്മിറ്റീൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വരവ് ചെലവ്, ശമ്പളം കൊടുക്കുക, ഇതല്ല. ഇത് ചെറിയൊരു ഭാഗമാണ്, അല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു ഭാഗമാണ്. പക്ഷെ ഇതാണ് യഥാർത്ഥ പ്രവർത്തനം. അതൊന്നും നമ്മൾ ഇടപെടണ്ടല്ലോ. നമ്മൾ നന്നായിട്ട് പ്രവർത്തനം. ഞാൻ പറഞ്ഞത് ഈ ഇരുത്തം ഉപകാരത്തിലാവണം. മഹല്ലിന്റെ പ്രസിഡന്റുമാർ കയ്യൊന്നിച്ചേ. ഓരോ മഹല്ലിന്റെ പ്രസിഡന്റുമാർ ഒന്ന്. എത്ര പ്രസിഡന്റ് ഉണ്ട്? അൽഹംദുലില്ലാ. സെക്രട്ടറിമാർ, ഇനി കമ്മിറ്റിയിലെ ആൾക്കാർ, പള്ളി കമ്മിറ്റിയിലെ ആൾക്കാർ, ഈ ഉലമാക്കള്, ഒരുപാട് ഉലമാക്കൾ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ ചെയ്യാൻ പറ്റും. അവിടെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ഉദാഹരണമാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ക്വാളിറ്റീസ് ഉയരണം. നമുക്ക് എന്തൊക്കെ